Hi all, welcome back to Electrical Exam Study Hub. അപ്പോൾ നമ്മളുടെ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് August 14th ആണ്. അപ്പോൾ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കുക. അപ്ലൈ ചെയ്തവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്ത് പഠിക്കാൻ തുടങ്ങുക. നമുക്ക് സിലബസും തന്നിട്ടുണ്ട്. അപ്പോൾ സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല, പ്രീവിയസ് ഇയറിലുള്ള അതേ സിലബസ് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതും. അതായത് മൊഡ്യൂൾ 1 ഫണ്ടമെൻ്റൽ ഓഫ് ഇലക്ട്രിസിറ്റി 15 മാർക്കാണ്, ബേസിക് ഇലക്ട്രിസിറ്റി, അതുപോലെ ഇലക്ട്രിസിറ്റി പ്രിൻസിപ്പിൾ, ഓംസ് ലോ, വോൾട്ടേജ് കറണ്ട് എന്ന് പറയുന്ന പോലെ കുറച്ച് ബേസിക് കാര്യങ്ങൾ അല്ലേ. അതായത് റെസിസ്റ്റർ ആണെങ്കിലും റെസിസ്റ്റർ, സർക്യൂട്ട് ബ്രേക്കർ, ദെൻ അതിൻ്റെ പാരലൽ സീരീസ് കണക്ഷൻ ഓഫ് റെസിസ്റ്ററിൻ്റെ വരുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോസ്റ്റാറ്റിക് എഫക്റ്റ്, കപ്പാസിറ്ററിൻ്റെ അപ്ലിക്കേഷൻസ്, കപ്പാസിറ്റർ സീരീസ് പാരലായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ നമ്മുടെ ബാറ്ററീസ് ആൻഡ് സെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും വരുന്നത്. അതിലെ എഫക്ട്സ്, അതായത് മാഗ്നറ്റിക് എഫക്റ്റ്, ഹീറ്റിംഗ് എഫക്റ്റ്, ഇലക്ട്രിക് എനർജി, തെർമിസ്റ്റേഴ്സ്, തെർമോകപ്പിൾ, ഇലക്ട്രോ കെമിക്കൽ എനർജി, PV എനർജി, പീസോ ഇലക്ട്രിക് എനർജി, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, കിർച്ചോഫ് കറന്റ് ലോ, വോൾട്ടേജ് ലോ, KVLൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ 15 മാർക്കാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഈസി ആയി പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. സെക്കൻഡ് മൊഡ്യൂളിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം ആണ്, ലോസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, പിന്നെ ഇക്വേഷൻസ്, അതുപോലെ അതിലെ ലൈറ്റിംഗ് ഫിനോമിനോ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് എന്താണ്, ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്, കപ്പാസിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ കപ്പാസിറ്റേഴ്സ് അതിനകത്തും പറയുന്നുണ്ട്, കപ്പാസിറ്ററിൻ്റെ സീരീസ് പാരലൽ കണക്ഷൻ, എനർജി സ്റ്റോറിങ് കപ്പാസിറ്റേഴ്സ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ അതിൻ്റെ ചെറിയൊരു ബേസിക് പോർഷൻസ് ഉണ്ടായിരുന്നു, വീണ്ടും അത് തന്നെയാണ് തന്നിട്ടുള്ളത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ, സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഒക്കെ നമുക്ക് അറിയാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നല്ല എളുപ്പമുള്ളൊരു മൊഡ്യൂളാണ്. 5 മാർക്കാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ മൊഡ്യൂൾ 3 വരുമ്പോൾ നോക്കിയേ, ഫണ്ടമെൻ്റൽ ഓഫ് AC സിസ്റ്റം, അതും 5 മാർക്ക് തന്നെയാണ്. ജനറേഷൻ ഓഫ് AC വോൾട്ടേജ് ഇക്വേഷൻ, വോൾട്ടേജ് റിലേറ്റഡ് ആയിട്ടുള്ളത്. കുറച്ച് ടെർമിനോളജീസ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നുണ്ട് അല്ലേ, ബേസിക് ടെർമിനോളജി, അതായത് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, ടേംസുകളൊക്കെ തന്നെയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള തന്നെയാണ് ആ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ടൈം പീരീഡ്, ആവറേജ് വാല്യൂ എന്താണ്, ഇൻസ്റ്റൻറ്റേനിയസ്, RMS വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ, അതിൻ്റെയൊക്കെ വാല്യൂസ് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളതാണ് ആ മൊഡ്യൂളിൽ പറയുന്നത്. പിന്നെ നോക്കി സിമ്പിൾ പ്രോബ്ലംസ് അത് റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. AC ത്രൂ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്, ഇൻഡക്റ്റീവ്, കപ്പാസിറ്റീവ്, അതുപോലെ അതിൻ്റെ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ ഇൻ 3 phase AC സിസ്റ്റം, ലൈൻ ആൻഡ് ഫേസ് റിലേഷൻഷിപ്പ് ഇൻ സ്റ്റാർ ആൻഡ് ഡെൽറ്റ സിസ്റ്റം. അതൊക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഏരിയ ആണ്. അതും നമുക്ക് എന്താണ് ഈസിയായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് അല്ലേ. ഇനി അടുത്ത നോക്കിയേ, മൊഡ്യൂൾ 4 മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് വോൾട്ട് മീറ്റർ, അമീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, സിംഗിൾ ഫേസ്, 3 phase പവർ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, പവർ ഫാക്ടർ മീറ്റർ, സിങ്ക്രണോസ്കോപ്പ്, TOD മീറ്റർ, ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളതും. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്ത് പോയിട്ടുള്ളത്. അതായത് എല്ലാ ഇൻസ്ട്രുമെൻസിൻ്റെയും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. ഇൻസുലേഷൻ മെഗർ, എർത്ത് മെഗർ, മൾട്ടിമീറ്റർ, കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി മൊഡ്യൂൾ 5 വരികയാണെങ്കിൽ നോക്കിയാൽ പക്ക തിയറി പോർഷൻസ് ആണ് അല്ലേ. സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ എന്ന് പറയുന്നത്, അതായത് ബേസിക് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ്, ഇലക്ട്രിക്കൽ ഷോക്ക് റിക്വയർമെൻറ്റ്, ഷോക്ക് അടിച്ചാൽ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡ്, ഇൻസ്റ്റാളേഷൻ, കെയർ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ബാറ്ററി, സോളാർ സെൽസ് വരുന്നുണ്ട്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ, അതായത് സെൽ നമ്മൾ സീരീസ് ആയി കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, പാരലായി കണക്ട് ചെയ്യുമ്പോഴുള്ള ഔട്ട്പുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഇവിടെയും എന്താണ് തിയറി പോർഷൻസ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്നും നമുക്ക് എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നന്നായി പഠിച്ച ഒരാൾക്ക്. ദെൻ മൊഡ്യൂൾ 6 വരികയാണെങ്കിൽ എഗെയിൻ എന്താണ് വേരിയസ് വയറിംഗ് സിസ്റ്റം, നമ്മൾ ക്ലീറ്റ് വയറിംഗ്, കേസിംഗ്, ക്യാപ്പിംഗ് വയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുകൂടാതെ ഫ്യൂസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്യൂസസ് വരുന്നുണ്ട്, HRC ഫ്യൂസസ്, കാർട്രിഡ്ജ് ഫ്യൂസസ്, അങ്ങനെയുള്ള കേസുകൾ. അതുപോലെ സ്വിച്ചസ് വരുന്നുണ്ട്, SPST, SPDT, TP, IC, DP, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ്, ടോഗിൾ സ്വിച്ച്, ലിമിറ്റ് സ്വിച്ച്, സേഫ്റ്റി ഡിവൈസസ് പറയുന്നുണ്ട്, അതായത് MCB, MCCB, LCB എല്ലാതും നമ്മൾ കവർ ചെയ്ത് പോകുന്ന ഒരു ടോപ്പിക്കാണ്, ഈസിയാണ്. അതായത് മൊഡ്യൂൾ 5ഉം 6ഉം എന്താണ് തിയറി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ടാണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളുകളാണ്. ആ ഒരു 10 മാർക്ക് നമുക്ക് എങ്ങനെയായാലും സ്കോർ ചെയ്യാൻ പറ്റും. നന്നായി തിയറി പഠിച്ചു പോയാൽ മതി. അതിന് അധികം പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും വരാത്തൊരു ഏരിയ ആണ്.
അടുത്തത് നോക്കിയേ ഡി സി മെഷീൻസ്. അതായത് ഇതിലെന്താണ് ഡി സി മെഷീന് 5 മാർക്കാണ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡി സി ജനറേറ്ററും അതുപോലെ ഡി സി മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, EMF ഇക്വേഷൻസ്, വേവ് ആൻഡ് ലാബ് വൈൻഡിങ്, ക്യാരക്ടറിസ്റ്റിക്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസുകൾ. അതേപോലെ തന്നെ നോക്കിയാൽ ഡി സി മോട്ടറിൻ്റെ കേസ് എടുക്കുമ്പോഴും അവിടെയും എന്താണ് അതിൻ്റെ കൺസ്ട്രക്ഷനും EMF ഇക്വേഷൻ, ടോർക്ക് സ്ലിപ്പ് ടോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസ് വരുന്നുണ്ട്. വേരിയസ് സ്റ്റാർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ സ്റ്റാർട്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ സ്പീഡ് കൺട്രോൾ ടെസ്റ്റിംഗ്, MG സെറ്റപ്പ്, അതിന്നും എന്താണ് നമ്മൾ പക്ക എന്താണ് ഡി സി ജനറേറ്ററും ഡി സി മോട്ടറും ഡി സി മെഷീൻസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഗോ ത്രൂ ചെയ്യേണ്ടതാണ്. അടുത്ത മൊഡ്യൂളിൽ എന്താണ് AC മെഷീൻസ് ആണ് അല്ലേ. AC മെഷീൻസിലെ ട്രാൻസ്ഫോമർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ നോക്കണം, ഓൾട്ടർനേറ്റർ, അതുപോലെ 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകണം. അപ്പോൾ എല്ലാം കണ്ടന്റും അതിനകത്ത് വരുന്നുണ്ട്. അതിലെ EMF ഇക്വേഷൻസ്, ലോസസും എഫിഷ്യൻസി, അതുപോലെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ്, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ആയിക്കോട്ടെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ, സ്ലിപ്പ്, ടോർക്ക്, അതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പോകേണ്ടതാണ്. അപ്പോൾ അത്രയും വാസ്റ്റാണ്, കുറച്ച് വൈരിയ, എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക കേട്ടോ. അതുപോലെ നോക്കിയേ സിംഗിൾ ഫേസ് FHP മോട്ടറും വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു കുറച്ച് നിറയെ കണ്ടന്റ് കൂടിയതാണ്, പക്ഷേ 5 മാർക്കേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം പഠിച്ചു പോകേണ്ടതാണ്. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ മൊഡ്യൂൾ 9 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അതായത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്പർ സിസ്റ്റം പഠിക്കണം, ലോജിക് ഗേറ്റ്സ്, ഓരോ ഗേറ്റുകളും, ആൻഡ്, ഓർ, നോട്ട്, നാൻഡ്, നോർ, അതുപോലെ ഡിമോർഗൻസ് തിയറം, ഹാഫ് ആഡർ, ഫുൾ ആഡർ, ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഷിഫ്റ്റ് രജിസ്റ്റർ, കൗണ്ടർ, ADC, DAC, സോൾഡറിങ് ടെക്നിക്സ് എല്ലാം നമ്മൾ ആ ഒരു മൊഡ്യൂളും കവർ ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ പവർ ഇലക്ട്രോണിക്സ് ആണ് അല്ലേ. അതിൽ റെക്ടിഫയേഴ്സ് വരുന്നുണ്ട്, ഹാഫ് വേവ് ആൻഡ് ഫുൾ വേവ് റെക്ടിഫയേഴ്സ്, വിത്തൗട്ട് ഫിൽറ്റേഴ്സ് റിലേറ്റഡ് ആയിട്ട്. അതുപോലെ UJT, റിലാക്സേഷൻ ഓസിലേറ്റർ, FET, JFET, ട്രയാക്, ഡയാക്, IGBT, SCR, അതിൻ്റെ ഓപ്പറേഷൻസ്, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, ബാറ്ററി ചാർജർ, UPS എന്നുപോലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും മൊഡ്യൂൾസ് നമ്മൾ എന്താണ്, നമ്മൾ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ പ്രീവിയസ് ഇയർ സിലബസിലും ഇതേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ മുമ്പേ പഠിച്ചുള്ളവർക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആണ്. കാരണം എന്താ, സിലബസിൽ വലിയ ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്താണ്, അതേ കുറേ കണ്ടൻസുകളൊക്കെ അതേപോലെ തന്നെയാണ് അവർ ഇട്ടിട്ടുള്ളത്. അടുത്ത മൊഡ്യൂളിൽ നോക്കുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്താണ്, നമ്മളുടെ മെക്കാനിക്കൽ റിലേറ്റഡ് ടോപ്പിക്സ് ആണ് വരുന്നത്. അതായത് പമ്പ് ആൻഡ് ഫാസ്റ്ററിങ് റിലേറ്റഡ് ആയിട്ട്, അതായത് പമ്പ് ഇൻഡസ്ട്രീസ് ഇൻ ഇന്ത്യ, അതിലെ ലീഡിങ് മാനുഫാക്ചറിങ് ഡെവലപ്മെൻറ്റ്, ദ ന്യൂ പ്രൊഡക്റ്റ്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ സീരീസ് ആൻഡ് പാരലൽ ആയിട്ട് വരുന്നത്. അതുപോലെ ഡിഫൻസ് ആൻഡ് മെത്തേഡ് ഓഫ് റീകണ്ടീഷൻ സെൻട്രിഫ്യൂഗൽ പമ്പ്, സബ്മേഴ്സിബിൾ പമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ വരുന്നത് എന്താണ്, ഫാസ്റ്റ് ടേർണിങ് അല്ലേ, ടൈപ്പ് ഓഫ് സ്ക്രൂ, നട്ട്സ്, സ്റ്റഡ്, ബോൾട്ട്, ലോക്കിംഗ് ഡിവൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഷീറ്റ് മെറ്റൽ അല്ലേ, വേരിയസ് കോമൺ മെറ്റൽ ഷീറ്റ്സ് ആൻഡ് യൂസ്ഡ് ഇൻ മെറ്റൽ ഷോപ്പ്, ഷീറ്റ് മെറ്റൽ ഓപ്പറേഷൻ, ഷിയറിംഗ്, ബെൻഡിങ്, ഡ്രോയിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എന്താ, ഷീറ്റ് മെറ്റൽ ജോയിൻസ് നമ്മൾ നോക്കണം, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം കേട്ടോ. പിന്നെന്താ, അടുത്ത മൊഡ്യൂളിൽ ഏതാ വരുന്നത്, നമ്മുടെ IC എഞ്ചിൻ റിലേറ്റഡ് ആണ് അല്ലേ. കംപ്രഷൻ, ഇഗ്നീഷൻ, സ്പാർക്ക് ഇഗ്നീഷൻ എഞ്ചിൻ, ഡിഫറൻസ് ബിറ്റ്വീൻ 4 സ്ട്രോക്ക് 2 സ്ട്രോക്ക്, IC എഞ്ചിൻ റിലേറ്റഡ് ആയിട്ട്, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മൊഡ്യൂളിൽ കവർ ചെയ്ത് വരുന്നത്. കുറേയൊക്കെ എന്താണ്, തിയറി പോർഷൻസ് റിലേറ്റഡ് ആണ് അല്ലേ. നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒന്നും അവിടെ വരുന്നില്ല. അതുപോലെ നോക്കിയാൽ ഡീസൽ എഞ്ചിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ് മെത്തേഡ് വരുന്നുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് അല്ലേ, എഞ്ചിൻ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണ്, ക്ലീനിങ് ഫ്യൂവൽ ടാങ്ക് ആൻഡ് ചെക്ക് ലീക്ക് ഇൻ ദ ഫ്യൂവൽ ലൈൻ, ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സുകൾ, അഡ്വാൻറ്റേജസ്. അതപ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയുക, ഇലക്ട്രിക്കൽ പഠിക്കുന്നവർക്ക് ഈ ഒരു ഏരിയ നമുക്ക് എന്താണ് പുതിയതായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി നന്നായി സ്ട്രെസ് ചെയ്ത് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ എന്താണ്, ഫിൽറ്റേഴ്സ് ആൻഡ് ഓയിൽ കൂളേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് നോക്കിയാൽ പവർ ട്രാൻസ്മിഷൻ. വീണ്ടും എന്താണ്, നമ്മളുടെ കുറേയൊക്കെ ഇലക്ട്രിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, AC മോട്ടോർ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ്. പക്ഷേ എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പോകേണ്ടത് കേട്ടോ. അതായത് ടൈപ്സ് ഓഫ് പുള്ളീസ്, സോളിഡ്, സ്പ്ലിറ്റ്, വി ഗ്രൂവ്, സ്റ്റെപ്പ്, കോൺ, ടാപ്പർ, അങ്ങനെയുള്ള ഗൈഡഡ് ആൻഡ് ജോക്കി ഓർ റൈഡർ പുള്ളീസ്, അതിൻ്റെ ഫങ്ഷൻസ്, അതുപോലെ അതിൻ്റെ യൂസസ്, പിന്നെ അവിടെയുള്ള ഈ പുള്ളീസ് ഡിസ്മാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് പോലുള്ള കാര്യങ്ങൾ. AC മോട്ടോർ റിലേറ്റഡ് ആയിട്ടുള്ള ടെർമിനോളജീസ് ഇവിടെയും വരുന്നുണ്ട്. അതിൻ്റെ പർപ്പസ്, ടൈപ്പ്, കൺസ്ട്രക്ഷൻ, ഓപ്പറേഷൻ, ടെസ്റ്റിംഗ്, അങ്ങനെയുള്ള കാര്യം, മെയിൻ്റെനൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിൽ എവിടെയൊക്കെയാണ്
ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ കൂടുതലായി നോക്കേണ്ടത്. ഇതിനകത്തും എന്താണ് സ്റ്റാർട്ടറും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ സ്റ്റാർട്ടേഴ്സ്, ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്, സ്വിച്ചസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആൻഡ് ഐസൊലേറ്റേഴ്സ് ഒക്കെ കുറച്ചുകൂടി, അതായത് അതിൽ വരുന്ന കുറേ ടോപ്പിക്, അതായത് നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കുന്ന കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഇതിനകത്തും വന്ന് കാണാറുണ്ട്. അടുത്ത മൊഡ്യൂൾ നോക്കിയാൽ ഫ്ലൂയിഡ് വാൾവ്സ് ആണ്. ആപ്ലിക്കേഷൻ ഓഫ് ഗിയർ പമ്പ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, സിംഗിൾ ആക്ടിംഗ്, ഡബിൾ എൻഡഡ് സിലിണ്ടർ, അതുപോലെ ഡയറക്ഷണൽ കൺട്രോൾ വാൾവ്, 2x2, 3x2, 4x2, 4x3 വേ വാൾവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വാൾവ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ട് ഇപ്പം തന്നെ, അതായത് ഇന്നാണ് നമുക്ക് ഈ ഒരു സിലബസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് PSCയുടെ സൈറ്റിൽ. അപ്പോൾ നമുക്ക് സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ മൊഡ്യൂളും നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്സ് നിങ്ങൾ കുഴപ്പമില്ലാതെ ലാസ്റ്റ് നോക്കിയാൽ മതി. അറിയാത്ത ടോപ്പിക്സുകൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു നോട്ട് എടുക്കുക, നന്നായി എഴുതുക. ഓരോ ടോപ്പിക്കും എന്തൊക്കെയാണ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് കൂടുതലും എന്താണ്, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഓപ്പറേറ്ററിൽ ചോദിക്കുള്ളൂ. എന്നാലും എന്ത് ചെയ്യുക, അതായത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നന്നായി വർക്കൗട്ട് ചെയ്യുക. ഇതേ സിലബസ് വെച്ചിട്ട് ഡെയിലി മോക്ക് ടെസ്റ്റ് ചെയ്യുക, പഠിക്കുക, നന്നായി പോയി എക്സാം എഴുതുക. സിലബസ് വന്നു, എക്സാം ഡേറ്റ് വന്നു, ഇനി എന്താ, ഡെയിലി നന്നായി റിവിഷൻ ചെയ്ത് പഠിക്കുക. ഓരോ ടോപ്പിക്സും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, റിവിഷൻ ചെയ്യുക, പഠിക്കുക. എക്സാം കഴിയുന്നവരെ ടെൻഷനൊന്നും ഇല്ലാതെ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്ത് പഠിക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.